ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊണേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓൾ റൈറ്റ്, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, ലെറ്റ്സ് സീ. ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? what they really want to tell you right now. ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത്? tell you. ഓക്കെ, യെസ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിന്നും മൂവ് ചെയ്തതായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത്. അതായത് അവർ ഒരുപാട് മാനസികമായിട്ടൊക്കെ സ്ട്രഗിൾ ചെയ്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം അവർ കയറുന്നൊരു സമയമാണ്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ അവർ പ്രണയത്തെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അവർ അവരുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ മുന്നിലെത്തുമ്പോഴേക്കും അത് എക്സ്പ്രസ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യെസ്, അതുപോലെ തന്നെ അവർ ചില കാര്യങ്ങളെ ഭയപ്പെട്ടിരുന്നു. അതായത് ഗോസിപ്പുകൾ, അതുപോലെ തന്നെ മറ്റ് വ്യക്തികൾ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായേക്കാവുന്ന ഫ്യൂച്ചർ പ്രോബ്ലംസൊക്കെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യം ഒരു തേർഡ് പാർട്ടിയായിട്ട് ഇതിൽ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഇവരിപ്പോൾ അവഗണിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ അവർ വളരെ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അവർ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളില്ലാതെയുള്ളവരുടെ ജീവിതം വളരെയധികം വിഷമകരമാണ്. ആ ഒരു സ്ട്രഗിള് ഇപ്പോഴും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ അവരൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. എന്തൊക്കെയാണെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയങ്ങളിലായിരുന്നു അവർ ഏറ്റവും കൂടുതലായിട്ട് സന്തോഷിച്ചിരുന്നത്. യെസ്, ഡെഫിനറ്റ്ലി അവർ ആ ഒരു പാത്തിലൂടെ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ, ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷന് ഒരു എൻഡ് ഉണ്ടാവാനൊക്കെ ഒത്തിരി പേർക്കും ഈ ഒരു സമയത്ത് ഈ പേഴ്സണുമായിട്ടൊരു സെപ്പറേഷനാണ് കാണുന്നത്. പക്ഷെ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു എനർജീസ് കാണിക്കുന്നുണ്ട് ഇവിടെ. ആൻഡ് ഈ ഒരു സെപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് അവർ പറയുന്നു അവരുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ പ്ലാൻ ആയിരിക്കാം എന്നും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി അവർ തിരിച്ചു വരാനുള്ള എല്ലാവിധ പോസിബിലിറ്റീസുമാണ് വീണ്ടും വീണ്ടും നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ ലവ് എനർജിയിലുള്ള ചേഞ്ചസ് കാണുന്നുണ്ട്. അതായത് ഇത്രയും നാളും ഒരു സ്റ്റക്ക് എനർജിയിലായിരുന്നു, അല്ലെങ്കിൽ വളരെയധികം സ്ലോ ആയിട്ടുള്ള ഡ്രെയിനിങ് ആയിട്ടുള്ള എനർജി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് തീർച്ചയായിട്ടും വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഒരുപാട് തരത്തിൽ നിങ്ങളുടെ ആ ഒരു എനർജി വൈബ്രേഷനിൽ നിങ്ങളുടെ പേഴ്സണും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആൻഡ് യെസ്, അവർക്ക് മുന്നിലൂടെയുള്ള വഴികളിലെല്ലാം തന്നെ തടസ്സങ്ങളായിരുന്നു. അവർക്ക് നിങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഡയറക്റ്റായിട്ട് അല്ലെങ്കിലും മറ്റൊരു പാത്തിലൂടെ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളിലാണെന്നാണ് പറയുന്നത്. ആൻഡ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഇനിയും തുറന്നു പറയാനുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ആങ്ഷ്യസ് ആവുന്നുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ആങ്ഷ്യസ് ആവുന്നത് നിങ്ങൾ അവരെ വിട്ടിട്ട് പോകുമോ, ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ അവർക്ക് ഒരവസരം കൊടുക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ മനസ്സ് നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. ഈവൻ അവരുടെ ലൈഫിൽ അവരൊരു ടൈഡപ്പ് സിറ്റുവേഷനിലായിരുന്ന സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് അവരുടെ ലോകം തന്നെ നിങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ ഇത്രയധികം മനോഹരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവരുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾ കാണുന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ അവർ ഇപ്പോൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അവരുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഈവൻ അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളായിരിക്കാം. അതെല്ലാം തന്നെ ഏകദേശം ഒന്ന് കറക്റ്റ് ആയി കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ആൻഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഇല്ലാണ്ടാവുന്ന, അല്ലെങ്കിൽ തീർത്തും ഇല്ലാണ്ടാവുന്നൊരു സമയമാണിത്. ആൻഡ് അവർ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നേടിയെടുക്കാനുണ്ട് ലൈഫിൽ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള ലൈഫ് ടൈമിൽ നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായാൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ ഉണ്ടാവുകയുള്ളൂ എന്നവർ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ എന്താണോ ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആകുന്നു എന്നും കാണുന്നുണ്ട്. ആൻഡ് ഒരു സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റേജ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആവുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചേഞ്ച് വരുന്നുണ്ടാവാം. സ്പിരിച്വലി ഉള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അതായത് മെഡിറ്റേഷൻ, യോഗ പ്രാക്ടീസ് അതുപോലുള്ള കാര്യങ്ങളായിരുന്നാലും, അല്ലെങ്കിൽ പ്രാർത്ഥന, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അതിലേക്ക് കുറച്ച് ചേഞ്ച് കൊണ്ടുവരുന്നതായിട്ടും മനസ്സിനെ കാമാക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അതെല്ലാം ഇത് യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നെന്നുള്ളതാണ്. അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുമെന്നും അതുപോലെ നിങ്ങൾക്ക് വിക്ടറി ഉണ്ടാവുമെന്നും കാണിക്കുന്നുണ്ട് ഇവിടെ. ആൻഡ് യെസ്, നിങ്ങളുടെ പേഴ്സൺ എന്ത് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും. നിങ്ങളെ നേടിയെടുക്കുന്നത് വരെയും അവർ ഫൈറ്റ് ചെയ്യുമെന്നാണ് കാണുന്നത്. ആൻഡ് യെസ്, അവർ ഓൾറെഡി ഈ ഒരു സമയം കടന്നു പോയത് അവർക്ക് ഭയങ്കര ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിഷമകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയി അവരുടെ ജീവിതത്തിലുള്ള പ്രോബ്ലംസ് കാരണം. പക്ഷെ ആ ഒരു സമയത്തൊന്നും തന്നെ അവർ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. മനസ്സുകൊണ്ട് അപ്പോഴും അവർ നിങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റേജ് നിങ്ങൾക്ക് 2 പേർക്ക് ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൂടെ മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം തിരിച്ചു വരും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്പിരിച്വലി നിങ്ങൾ എന്ത് കാര്യമാണോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ കാര്യത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുമെന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.